ആശാസമരവുമായി ബന്ധപ്പെട്ട് പ്രധാന ഡെവലപ്മെന്റ് ഉണ്ടായില്ല ഇന്ന്. അതെ, സമരം ഇനി ജില്ലാതലത്തിലേക്ക് വ്യാപിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവസാനിപ്പിക്കുന്നു അല്ലേ? 265 ദിവസമാണ് ആശമാർ അവരുടെ അവകാശങ്ങൾക്കായി സമരം എന്നിട്ട് സർക്കാർ എത്രയാണ് ഓണററി കൂട്ടിയത്? 1000 രൂപ. പക്ഷെ അവർ ആവശ്യപ്പെട്ട തുകയുടെ അടുത്ത് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സമരം പൂർണ്ണമായിട്ട് നിർത്തുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണ് എന്ന് സർക്കാരിനടക്കം ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അവർ ഇപ്പോൾ പറയുന്നത്. അതായത് ഒരു പകുതി, ഒരു ഹാഫ് വേണമെങ്കിൽ അവരുടെ സമരം വിജയമായി നമുക്ക് അത് തന്നെയാണ് അവരും പറയുന്നത്. അവരങ്ങനെ തന്നെയാണ് അതിനെ കണക്കാക്കുന്നത്. ഒരു പകുതിയോളം സമരം വിജയമാണ്. സർക്കാർ മുട്ടുമടക്കിയത് കൂടി സമരസമിതിയുടെ വിജയമായി തന്നെ അവർ കാണുന്നുമുണ്ട്. തുടർന്നുള്ള സമരങ്ങൾ ഇനി ജില്ലകൾ കേന്ദ്രീകരിച്ചായിരിക്കും എന്നാണ് ഇന്നത്തെ യോഗത്തിന് ശേഷം സമരസമിതി നേതാക്കളൊക്കെ പറഞ്ഞിട്ടുള്ളത്. വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. 265 ദിവസമായി ഇവിടെ തുടർന്നു വരുന്ന ഈ സമരരൂപം ഞങ്ങൾ നാളെ അവസാനിപ്പിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടർന്നു വരുന്ന ഈ സമരരൂപം അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഡിമാൻഡ് 21,000 രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുക. ഈ ഡിമാൻഡ് നേടിയെടുക്കുന്നതുവരെ സമരം തുടരുക എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ആ സമരം നമ്മൾ തുടരും. ആ ഡിമാൻഡ് നേടിയെടുക്കുന്നതുവരെ ഈ സമരവുമായി ശക്തമായി നമ്മൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ പ്രവർത്തനങ്ങൾ ജില്ലകളിൽ, ജില്ലാതലത്തിലും താഴെത്തട്ടിലും വളരെ വിപുലമായ പ്രവർത്തനങ്ങൾ നടത്താനാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടിയ സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകാനായി സനിസ ശോഭാചന്ദ്രനാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. സനിസ, എന്തായാലും സമരം അവസാനിപ്പിക്കുന്നില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള അവരുടെ സമരം അവസാനിപ്പിക്കുകയാണ്. നീ അങ്ങോട്ട് ജില്ലാ കേന്ദ്രങ്ങളിൽ സമരം തുടരാനാണോ അവരുടെ തീരുമാനം? അതേ ദിവ്യ, സമരം അവസാനിപ്പിക്കുന്നില്ല. ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് സമരത്തെ വ്യാപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം മാത്രമാണ് ഇപ്പോൾ അവസാനിപ്പിക്കുന്നത്. 265 ദിവസത്തെ പോരാട്ടത്തിന് ശേഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇവരുടെ ആവശ്യങ്ങളെ അംഗീകരിച്ചതുകൊണ്ട് ഈ സമരം, സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരത്തിന് വിരാമം ഇട്ടുകൊണ്ട് ജില്ലകളിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് ഇപ്പോൾ ആശമാർ. ഇപ്പോൾ നമ്മുടെ കൂടെ ആശാ സമരസമിതിയുടെ വൈസ് പ്രസിഡന്റ് എസ് മിനി ചേരുന്നുണ്ട്. അവർക്കാണ് ഈ ഒരു നിമിഷത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടാവുക. 265 ദിവസത്തെ പോരാട്ടം ഇപ്പോൾ ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കാൻ പോകുന്നു. ഇനിയും നേടിയെടുക്കാൻ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? തീർച്ചയായിട്ടും ഞങ്ങൾ പ്രധാനമായിട്ട് ഉന്നയിച്ചിരുന്ന ഡിമാൻഡുകളിൽ ഒരു മഹാഭൂരിപക്ഷവും ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. ഓണറേറിയം വർധനമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ്. അത് 21,000 രൂപയെ വർദ്ധിപ്പിക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം. അത് ഈ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് 2021 പ്രകടന പത്രികയിൽ വളരെ വ്യക്തമായി അച്ചടിച്ചു വെച്ചിരുന്നൊരു കാര്യമാണ്. മിനിമം കൂലിയാണ്, പട്ടിണിക്കൂലിയാണ് ഈ ഒരു ദിവസം 700 രൂപ എന്ന് പറയുന്നത്. അതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളത്. പക്ഷേ 1 രൂപ പോലും വർദ്ധിപ്പിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടുള്ള ഒരു ഗവൺമെന്റ്, അവരുടെ നേതാക്കന്മാർ, അവരുടെ സൈബർ സംഘങ്ങളെല്ലാം ഞങ്ങളെ കടന്നാക്രമിക്കുകയും 1 രൂപ പോലും വർദ്ധിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് 263ാമത്തെ ദിവസമാകുമ്പോൾ മുഖ്യമന്ത്രിക്ക് പ്രഖ്യാപിക്കേണ്ടി വരികയാണ് ആശാ വർക്കർമാരുടെ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ചുവെന്ന്. എന്ന് പറഞ്ഞാൽ ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു പൊതുസമൂഹത്തിന്റെ മുന്നിൽ. അത് ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ വിജയമാണ്. ആക്ഷേപിച്ചവർക്കുള്ളൊരു മറുപടി കൂടിയാണ്. 2, ഞങ്ങളിവിടെ സമരം ചെയ്യുമ്പോൾ പറഞ്ഞു നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടണമെന്ന്. അതെ, കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ്. ഞങ്ങൾ പലപ്പോഴും പാർലമെന്റ് മാർച്ച് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ സമരമുഖത്തിരുന്നുകൊണ്ട് ഇവിടെ വന്ന പ്രതിപക്ഷ എംപിമാരും കേന്ദ്രമന്ത്രിമാരും അടക്കമുള്ള ആളുകളോട് ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും 18 വർഷക്കാലത്തിന്റെ ചരിത്രത്തിലാദ്യമായി പാർലമെന്റിന്റെ ഇരുസഭകളിലും ആശാ സമരം തുടർച്ചയായ പല ദിവസങ്ങളും ചർച്ച ചെയ്യപ്പെടുകയും അതിനകത്ത് വേതന വർദ്ധന ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. 50,000 രൂപ പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് പാരിതോഷികമായി കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കേണ്ടായി. നിലവിൽ 20,000 രൂപ ഉണ്ടായിരുന്നതും അത് 50,000 രൂപയെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ കേരളത്തിൽ ഇന്നേ വരെ ഒരാശയ്ക്കും പിരിഞ്ഞു പോയ ഒരാൾക്കും 20,000 രൂപ കൊടുത്തിട്ടില്ലെന്ന യാഥാർത്ഥ്യവും ഞങ്ങൾ ഈ സമരമുഖത്ത് തിരിച്ചറിയേണ്ടായി. അപ്പോൾ സർക്കാർ വലിയ വഞ്ചനയാണ് ആ രംഗത്തൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കേന്ദ്രത്തെ കൊണ്ടും സംസ്ഥാനത്തെ കൊണ്ടും വേതനം വർദ്ധിപ്പിച്ചൊരു സമരമാണിത്. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു വലിയ സമരം തന്നെയാണ്. മറ്റൊരു കാര്യം, ഇവിടെ ഒരു പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ളൊരു സൗകര്യമില്ല. ഈ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വലിയ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സോളാർ സമരം 5 ദിവസം സമരം നടത്തിയിട്ട് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് സമരം അവസാനിപ്പിക്കുന്നു പ്രഖ്യാപിച്ച നാടാണിത്. ആ നാട്ടിൽ ഈ കേരളത്തിലെ നിസ്വരായ സ്ത്രീകൾ, വളരെ താഴെത്തൊട്ട് ജീവിക്കുന്ന, തുച്ഛ വരുമാനം കൊണ്ട് ജീവിക്കുന്ന സ്ത്രീകൾ വന്ന് 265 ദിവസം സമരം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അത്ഭുതത്തോടെ വലിയൊരു കാര്യം തന്നെയാണ്. ഇനി ജില്ലകളിലെ സമരം ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുക? ഇനിയും ഒട്ടനവധി ആവശ്യങ്ങൾ നേടിയെടുക്കാനുണ്ടല്ലോ. ഞങ്ങൾ 14 ജില്ലകളിലും നമ്മുടെ സംഘടന വളരെ അടിത്തട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് 21,000 രൂപ എന്ന് പറയുന്ന മിനിമം വേതനം ഇപ്പോൾ
ഇപ്പോഴുള്ള മിനിമം വേതനം, ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന മിനിമം വേതനം കിട്ടുവാനുള്ള സമരം ഞങ്ങൾ തുടരും. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള വിരമിക്കൽ ആനുകൂല്യത്തിന് വേണ്ടി തുടരും. നിലവിലുണ്ടാക്കിയിരിക്കുന്ന സർക്കാർ സമ്മതിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഉറപ്പ് നൽകിയിരിക്കുന്ന കാര്യങ്ങൾ, അത് ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾക്ക് വേണ്ടിയിട്ടും ഞങ്ങളുടെ സമരം തുടരും. നാളത്തെ സമരപ്രതിജ്ഞ റാലി അതുപോലെ തന്നെ ഫെബ്രുവരി 10 സെക്രട്ടേറിയറ്റിന് മുന്നിൽ തിരിച്ചെത്തുമെന്നും പറയുന്നുണ്ട്. അതിന്റെ പരിപാടികൾ എങ്ങനെയൊക്കെയാണ്? നാളത്തെ പ്രതിജ്ഞാ റാലി സമരത്തിന്റെ തുടർച്ചയെ സംബന്ധിച്ച് ആശമാരെടുക്കുന്ന ഒരു പ്രതിജ്ഞാ റാലിയാണ്. അത് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങളെ പിന്തുണച്ച മുഴുവൻ ആളുകൾ ഇവിടെ എത്തിച്ചേരും. ഫെബ്രുവരി 10 എന്ന് പറയുന്നത് ആശാ സമരത്തിന്റെ ചരിത്രത്തിലൊരു നാഴികക്കല്ലാണ്. ആ ദിവസം ഞങ്ങളൊരു സമര ദിനമായി ഇനി വരും വർഷങ്ങളിൽ ഞങ്ങൾ അത് ഏറ്റെടുക്കുകയാണ്. അപ്പം ഈ ലോകത്തിൽ തന്നെ ആ ദിവസം ഞങ്ങളത് ഒരു പ്രഖ്യാപിക്കുകയാണ്, സ്ത്രീ തൊഴിലാളികൾ നടത്തിയ ഒരു സമരം എന്ന നിലയ്ക്ക്. അതുകൊണ്ട് ആ ദിവസം ഒരു മഹാറാലിയായി, 10,000 പങ്കെടുക്കുന്ന ഒരു മഹാറാലിയായി ഞങ്ങൾ വരും. സമരം തുടരും. അതൊരു സമരം തന്നെയാണത്, കേവലം ഒരു ഒത്തുകൂടലല്ല, അത് ഒരു സമരത്തിന്റെ ഭാഗം തന്നെ. അതെ, അത്തരത്തിൽ ദിവ്യ, ഈ ഒരു സമരം അവസാനിക്കുന്നില്ല. ജില്ലകളിലേക്ക് അത് വ്യാപിപ്പിക്കാൻ പോവുകയാണ്. 265 ദിവസത്തെ പോരാട്ടം, ഇനിയും ഒട്ടനവധി ആവശ്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. ഓണറേറിയം 21,000 രൂപ വർദ്ധിപ്പിക്കണമെന്നാണ് അവരുടെ ആവശ്യം. അതിലേക്ക് എത്താനുണ്ട്. കൂടാതെ തന്നെ വിരമിക്കൽ ആനുകൂല്യം, അതുപോലെ തന്നെ ഈ ആശമാരുടെ ജോലിയിൽ ഒരു സമഗ്രമായിട്ടുള്ള ഒരു ഫ്രെയിം അതിന് വേണമെന്നുള്ള അവരുടെ ആവശ്യങ്ങൾ, അങ്ങനെ ഒട്ടനവധി ആവശ്യങ്ങൾ ഇനിയും നേടിയെടുക്കാനായിട്ടുണ്ട്. സമരം ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ആശമാർ.